ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹരിയും അമ്മാവനും വളരെ സങ്കടത്തോടെ സംസാരിച്ചു നിൽക്കുന്നു. ഹരി അമ്മാവനോട് കരഞ്ഞ് സംസാരിക്കുന്നത് കല്യാണി കാണുന്നുണ്ട്. സങ്കടത്തോടെ കല്യാണിയും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജീവന്റെ അരികിലേക്ക് വീണ വരികയാണ്. നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് ജീവൻ വീണയോട് ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ, ഉറങ്ങാൻ പാടില്ലല്ലോ. ശത്രുക്കൾ ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോൾ നമുക്കെങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത്? നാളെ മനുവിന്റെ വീട്ടുകാർ വരുന്നതിന്റെ തയ്യാറെടുപ്പിലാണ് ജീവൻ, അല്ലേ? അതെ, അല്ല നിനക്കെന്താ അതിന് എന്നെ ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു, അല്ല എനിക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു, അതിനൊന്ന് ക്ലാരിഫൈ ചെയ്തു തന്നാൽ ഉപകാരമായേനെ. ഇനി പറ, എന്താണാവോ നിന്റെ സംശയമെന്ന് ജീവൻ ചോദിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ഓർമ്മയുണ്ടോ? എന്നെ പെണ്ണ് കാണാൻ വന്നത് പാതിരാത്രി ദുരന്തങ്ങൾ ഓർമ്മപ്പെടുത്താനാണോ നീ ഇവിടേക്ക് വന്നത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു, അന്ന് അങ്ങനെയായിരുന്നു. അന്ന് നീ എന്നിൽ കണ്ട കുറ്റം ഞാൻ മോഡേൺ ഡ്രസ്സ് ധരിച്ചു എന്നതാണ്, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ചെയ്തു എന്നതാണല്ലേ. പക്ഷേ നിന്റെ പെങ്ങളുടെ കാര്യത്തിലോ അവൾക്ക് മോഡേൺ ഡ്രസ് ആകാം അല്ലേ? അവൾക്ക് രാവും പകലും ആൺകുട്ടികളായ സുഹൃത്തിന്റെ ഒപ്പം പുറത്തു പോകാം. അതെന്താ നീ എതിർക്കാത്തത്? ജീവൻ പറയുന്നു, വീണേ, നമ്മൾ തമ്മിൽ ഈ കാര്യം സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അല്പം ദേഷ്യത്തിൽ തന്നെയാണ് ജീവൻ അത് പറയുന്നത്. എന്നാൽ ഇത് കേട്ട് വീണ പറയുന്നുണ്ട്, ഉണ്ട്, ഇപ്പൊ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഓടി നടക്കുന്നുണ്ടല്ലോ. അതിന്റെ പിറകിലുള്ള ലക്ഷ്യം അത് എന്തോ ആയിക്കോട്ടെ. നീ ആരുടെ കല്യാണമാണ് നടത്താൻ പോകുന്നത്? നിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് വേറൊരുത്തിയാണെങ്കിൽ നീ അവളെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ഇരിക്കേട്ട് ദേഷ്യത്തോടെ ജീവൻ വീണയോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ വീണ പറയുന്നു, വേണ്ട, ബഹളം വെച്ച് ആളെ കൂട്ടണ്ട. എന്റെ നിങ്ങളുടെ പെങ്ങളുടെ യോഗ്യത ആരെന്നറിയാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചതോ? വീണ, നീ അതിരി കടക്കുന്നുണ്ട് എന്ന് ജീവൻ പറയുമ്പോൾ വീണ പറയുന്നു, അതിരി കടന്നാൽ നീ എന്റെ കഴുത്തിന് പിടിക്കുമോ? അല്ലെങ്കിൽ നിന്റെ ഭ്രാന്തുണ്ടോ? അത് കാണിക്കുമായിരിക്കും. സത്യത്തിൽ നീ ഇത് എന്നോടല്ല കാണിക്കേണ്ടത്. നിങ്ങൾ ആരും അറിയാതെ ഒരു കൊച്ചിനെ സമ്പാദിച്ചവളോടാണ്. നീ പണ്ട് പറഞ്ഞ ആവശ്യങ്ങൾ സത്യമാണെങ്കിൽ അവള് വഴി പിഴച്ചവളല്ലേ. അവളെ നീ എന്താടാ കൊല്ലാത്തത്? എനിക്കിതൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്യവര് മോഡേൺ ഡ്രസ് ഇട്ടാൽ നിനക്കത് സഹിക്കില്ല. അനുജത്തെ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതിൽ നിനക്കൊരു കുഴപ്പമില്ല. കല്യാണത്തിന് പിടിച്ച് നിർത്തുന്നതിന് മുമ്പ് അനുജത്തിയോടൊന്ന് ചോദിക്കേ, ഇപ്പോ കണ്ടവൻ തന്നെയാണോ ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനെന്ന്? ഇത്രയും പറഞ്ഞ് വീണ പോകാൻ തുടങ്ങുമ്പോൾ വളരെ ദേഷ്യത്തോടെ ജീവൻ വീണയോട് നിൽക്കാനായി പറയുന്നു. നിനക്ക് നീ ചോദിച്ചതിന്റെ ഉത്തരമല്ലേ വേണ്ടത്? അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ജീവന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് എന്നല്ല, ഈ വീട്ടിലുള്ള ഒരുത്തരും ജീവനെ മനസ്സിലായിട്ടില്ല. ജ്യോതിയുടെ കല്യാണം നടത്താനാണ് എൻ്റെ ഉദ്ദേശം, അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ വീണ അവിടെ നിന്ന് പോകുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ജീവൻ അത് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സാറയും മനുവിന്റെ അച്ഛനും അമ്മയും എല്ലാം വന്നിരിക്കുന്നുണ്ട്. രഘുവും സുജാതയും അവരെ സ്വീകരിക്കാനായി വന്നു. അവര് താഴേക്ക് പോകുന്നുണ്ട്. അവരെല്ലാം പരസ്പരം പരിചയപ്പെടുകയാണ്. ഇതിന്റെ മരുമകളാണ് എന്ന് നിത്യയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അപ്പോൾ മോനോ എന്ന് മനുവിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ജീവനും വന്നു. കാര്യങ്ങളൊക്കെ മോൻ പറഞ്ഞു. താനാണ് ഇതിന് മുൻകൈ എടുത്തതെന്നെല്ലാം മോൻ പറഞ്ഞു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ജീവൻ പറയുന്നുണ്ട്. പിന്നെ ശരവണനെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളെ എന്ന് വിളിക്കാൻ മനുവിന്റെ അമ്മ പറയുമ്പോൾ സുജാത പറയുന്നു, അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. കുട്ടികൾ തമ്മിൽ നടന്നതും അതിനുശേഷം കുറെ കാലം പിരിഞ്ഞിരുന്നതുമൊക്കെ. നിസ്സാര കാര്യങ്ങൾക്ക് വേദനിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ മോളുടേത്. ഒരിക്കലും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത്രയും സുജാത പറയുമ്പോൾ മനുവിന്റെ അമ്മ പറയുന്നുണ്ട്, എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഇവൻ മാത്രമല്ലേ ഉള്ളൂ. അവന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയെ സ്നേഹിക്കാനല്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? മനുവിന്റെ അച്ഛനും അമ്മയും ഹൃദയം തുറന്നു തന്നെയാണ് ജ്യോതിയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് സാറ പറയുന്നു. അതുകൊണ്ട് ആന്റി പേടിക്കേണ്ടെന്നും പറയുന്നു. നിത്യയോട് ജ്യോതിയെ വിളിച്ചിട്ട് വരാനായി പറയുന്നുണ്ട്. ഇവരെ ചേർത്ത് വെക്കുന്ന ചടങ്ങ് ആഡംബരങ്ങളും ഒന്നുമില്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് രഘു പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവന്റെ കല്യാണം ഇനി എന്തിനാ നടത്തുന്നത്? കുട്ടിയങ്ങ് വലുതായില്ലേ എന്നൊക്കെ മനുവിന്റെ അച്ഛൻ പറയുന്നു. തനിക്ക് ഇക്കാര്യത്തിൽ എതിരെ അഭിപ്രായം വല്ലതും ഉണ്ടോ? തന്റെ പൊസിഷൻ വെച്ച് എന്തെങ്കിലും വലിയ രീതിയിൽ വിചാരിക്കില്ലേ എന്നൊക്കെ ജീവൻ മനുവിനോട് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഒരു ചടങ്ങുമില്ലാതെ ജ്യോതി ഇവിടുന്ന് കൈപിടിച്ചു തന്നാലും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ജ്യോതിയും കൂട്ടി അവിടേക്ക് നിത്യ എത്തുന്നുണ്ട്. അവരുടെ അനുഗ്രഹം വാങ്ങാനായി സുജാത പറയുന്നു. അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് ജ്യോതി. അമ്മയ്ക്ക് മോളെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ പേരെക്കുട്ടി എവിടെ എന്നൊക്കെ മനുവിന്റെ അമ്മ പറയുന്നു. ഒരു ജോത്സ്യനോട് രഘു വരാൻ പറഞ്ഞിരുന്നു തീയതി കുറിക്കാനായിട്ട്. തുടർന്ന് ജീവൻ ഹരിയെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് ഹരിയുടെ വീട്ടിലേക്ക്. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടെന്താ അങ്ങോട്ട് വരാത്തത് എന്ന് ജീവൻ ചോദിക്കുന്നു. മനുവിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാനായിട്ട് ജോത്സ്യനെ വിളിച്ചിരിക്കുന്നു. താൻ എന്തിനാ മാറി നിൽക്കുന്നത് എന്ന് ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു, എല്ലാം നന്നായിട്ട് നടക്കട്ടെ ജീവൻ. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ? ഇത്രയും നാൾ എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ ഹരി.
എന്നിട്ടിപ്പോൾ മംഗളകരമായ ഒരു കാര്യം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലാതിരുന്നാൽ എല്ലാവരും ചോദിക്കില്ലേ താനൊന്ന് വന്നേന്ന് ജീവൻ. ഇത്രയും നാളെ ഞാൻ സുജാതാന്റിക്കും കുടുംബത്തിനും ചില സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ആളില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നെ ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നു, ഇതല്ലേടാ ഹരി സാറേ ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നീ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ഇതിനകത്തിരുന്നാൽ മതി. എന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു നോക്കാനും അതിൽ അഭിപ്രായം പറയാനും വരണ്ട. അപ്പോൾ തനിക്കിത് മനസ്സിലായില്ല. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ഒരുപാട് കൺമുന്നിലൂടെ കടന്നു പോകും. അപ്പോൾ നിന്റെ ഉള്ളു പൊള്ളുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പോട്ടെ, കാഴ്ചയ്ക്ക് സുഖമുള്ള കാര്യങ്ങളൊന്നും ജീവൻ മിസ്സാക്കാറില്ലെന്ന് പറയുമ്പോൾ ആരാ ഹരിയെന്ന് ചോദിച്ച അമ്മ അവൻ അവിടെ എത്തി. നിങ്ങളെ ഇവിടെ വിട്ട് കാണാത്തോണ്ട് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് ജീവൻ. ഞാൻ അവിടേക്ക് വരാൻ ഇറങ്ങുമായിരുന്നെന്ന് അമ്മാവൻ. എന്നാലേ പെട്ടെന്നാവട്ടെ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാകില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ വേണേ നടക്കാൻ, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമുക്കങ്ങോട്ട് പോയാലോ എന്ന് അമ്മാവൻ. വേണ്ട, അമ്മാവൻ പോയിട്ട് വാ എന്ന് ഹരി. നിന്റെ ഒരു സ്ഥാനം വെച്ചിട്ട് എന്നെ അമ്മാവൻ പറയുമ്പോൾ പറ, എന്താണ് എൻ്റെ സ്ഥാനം എന്ന് ഹരി ചോദിക്കുന്നു. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരിടത്തേക്കും വരാത്തത്. ഇനിയിപ്പോൾ ആരും ചെന്നില്ല എന്നുള്ള പരാതിയെങ്കിലും തീരട്ടെ, അമ്മാവൻ ചെല്ലെന്ന് ഹരി. അങ്ങനെ അമ്മാവൻ പോകുന്നുണ്ട്. ജോത്സ്യനും എത്തിയിരിക്കുന്നു. ഹരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന് ചെറിയൊരു തലവേദനയെന്ന് അമ്മാവൻ പറയുന്നു. ജോത്സ്യൻ ദിവസം നോക്കാനായി പോകുന്നു. ഒരു 3 ദിവസത്തിനകത്ത് ഒരു ശുഭമുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം തള്ളിപ്പോകുമെന്നും അദ്ദേഹം പറയുന്നു. 2 മാസം കഴിഞ്ഞ് മതിയല്ലേ അച്ഛ എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു, വേണ്ട, നമ്മൾ ആഡംബരമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് നടത്തിയാലും കുഴപ്പമില്ല എന്ന് സുജാത രഘുവിനോട് അഭിപ്രായം ചോദിക്കുന്നു. എൻ്റെ ഇത്ര തിരക്കെന്ന് ജീവൻ പതിയെ ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടെന്ന് സുജാതയും പതിയെ പറയുന്നുണ്ട്. സുജാത പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക്, മാറ്റി ചിന്തിക്കണമെങ്കിൽ പറയൂ എന്ന് രഘു പറയുന്നു. എനിക്ക് വിരോധമില്ലെന്ന് മനു. എങ്കിൽ അത് തന്നെ നോക്കാം, എന്തിനാ വൈകിക്കുന്നത് എന്ന് മനുവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നു. എന്തായാലും ഞങ്ങളുടെ മോളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാമല്ലോ എന്നും അമ്മ പറയുന്നു. അദ്ദേഹം മുഹൂർത്തവും നോക്കുന്നു. അദ്ദേഹം ഡേറ്റ് കുറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. കൊച്ചുമോൻ ഇതുവരെ കുളി കഴിഞ്ഞ് വന്നില്ലേ എന്ന് മനുവിൻ്റെ അമ്മ ചോദിക്കുന്നു. നിത്യ ആദ്യം വിളിക്കാനായി പോകുന്നു. ആദ്യം കൂട്ടി നിത്യയും അവിടേക്ക് വന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.